ഔറംഗസേബിന്റെ ശവകുടീരത്തെ ചൊല്ലി ഹിന്ദു മുസ്ലിം സംഘർഷം. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് സംഭവം. JCB അടക്കം 25ഓളം വാഹനങ്ങൾക്ക് തീയിട്ടു. മഹൽ മേഖലയിൽ വലിയ തോതിൽ കല്ലേറുണ്ടായി. സംഘർഷത്തിനിടെ 20ഓളം ആളുകൾക്കും 15ഓളം പോലീസുകാർക്കും പരിക്കേറ്റതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 17 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഔറംഗസേബിന്റെ ശവകുടീരത്തെ ചൊല്ലി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ കല്ലേറിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു. സംഘർഷത്തെ തുടർന്ന് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. മറാത്ത ചക്രവർത്തിയായ ശിവജിയുടെ ജന്മദിനത്തിൽ ശിവജി ചൌക്കിൽ വിശ്വാസികൾ തടിച്ചുകൂടിയിരുന്നു. ഇതിനിടെ ഛത്രപതി സംഭാജി നഗറിലെ ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകളായ ബജ്രംഗ് ദളിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറി. പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്നും അല്ലെങ്കിൽ ബാബറി മസ്ജിദിന്റെ സ്ഥിതി ആവർത്തിക്കുമെന്നുമാണ് സംഘ് പരിവാർ സംഘടനകളായ വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും ഭീഷണി മുഴക്കിയത്. സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സംഘടനകൾ അറിയിച്ചിരുന്നു. തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം പ്രതിഷേധക്കാർ കത്തിച്ചുവെന്നാണ് മുസ്ലിം സമൂഹം ആരോപിക്കുന്നത്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. അതേസമയം സംഘർഷത്തിന് പിന്നാലെ പ്രദേശത്ത് വൻതോതിൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും സമാധാനം പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ ഭരണകൂടവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അഭ്യർത്ഥിച്ചു. അതേസമയം നിലവിൽ സ്ഥിതി ശാന്തമായതായി നാഗ്പൂർ പോലീസ് കമ്മീഷണർ ഡോക്ടർ രവീന്ദർ സിംഗാൽ പറഞ്ഞു. ഒരു ഫോട്ടോ കത്തിച്ചതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായതെന്ന് അദ്ദേഹം പറയുന്നു. രാത്രി 8:30യോടെയാണ് സംഘർഷം ഉടലെടുത്തത്. മേഖലയിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരും നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കരുത്. വ്യാജപ്രചരണങ്ങൾ പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നാഗ്പൂരിൽ റൂറൽ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. വ്യാജപ്രചരണം തടയാൻ സൈബർ പോലീസിന്റെ നേതൃത്വത്തിലും ശ്രമം നടക്കുന്നുണ്ട് എന്ന് കമ്മീഷണർ അറിയിച്ചു. അതേസമയം ജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്നും അനാവശ്യ പ്രശ്നങ്ങൾക്ക് മുതിരരുത് എന്നും നാഗ്പൂർ MP നിതിൻ ഗഡ്കരി പറഞ്ഞു. ഔറംഗസേബിന്റെ ശവകുടീരത്തിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. വൈകുന്നേരം ചിത്ര ടാക്കീസ് ഭാഗത്തു നിന്നും എത്തിയവരുമായി തർക്കമുണ്ടാവുകയും കല്ലേറിൽ കലാശിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ചില തെറ്റിദ്ധാരണകളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായത്. സംഘർഷത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ സംഘർഷത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് രംഗത്തെത്തി. ആഭ്യന്തര വകുപ്പിന് സംഭവിച്ച വീഴ്ചയാണ് സംഘർഷത്തിന് കാരണമെന്ന കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഹർഷവർദ്ധൻ പകൽ ആരോപിച്ചു. വിദ്വേഷ പ്രസംഗം നടത്തുന്ന മന്ത്രിമാരാണ് ഇതിന് ഉത്തരവാദികളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.